ഗ്രേസ് വില്ലയിൽ നിന്ന് ഞങ്ങൾ നേരെ പരുന്തുംപാറയ്ക്ക് പോയി. പരുന്തുംപാറയിൽ ഇപ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് വന്നു, പഞ്ചായത്തിൻ്റെയാണ്. 20 രൂപയാണ് ഒരു കാറിൻ്റെ ഫീസ്. നേരത്തെ ഇങ്ങനെയുള്ള സിസ്റ്റം ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ നല്ല തെളിഞ്ഞ ആകാശമായതുകൊണ്ട് ഭയങ്കര വ്യൂ ആണ്, ഭയങ്കര രസമാണ് ഇപ്പോൾ കാണാൻ. കോട ഇല്ലാത്തതുകൊണ്ട് വൈകുന്നേരമാകും കോട ഇറങ്ങുമ്പോൾ. അപ്പോൾ അവിടെ നമുക്കിപ്പം വണ്ടികൾ ഒരുപാട് കയറി വരുന്നുണ്ട്, അതുപോലെ വണ്ടികൾ തിരിച്ചിറങ്ങി പോകുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അവിടെ നമുക്ക് പാർക്കിങ് വലിയ പ്രയാസമാണ്. പോലീസുകാരൊക്കെ ഉണ്ട്, ഒത്തിരി പോലീസുകാരുണ്ട് ഇപ്പം നിയന്ത്രിക്കാനായിട്ട്. വലിയ വലിയ വണ്ടിയെല്ലാം വേറൊരു ഏരിയയിലേക്കും ജീപ്പ് വേറൊരിടത്തേക്ക്, കാറ്, 2 വീലറെല്ലാം സെപ്പറേറ്റ് ചെയ്താൽ പാർക്ക് ചെയ്യുന്നത്. പക്ഷേങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇത്രയൊക്കെ പൈസയൊക്കെ പഞ്ചായത്ത് പിരിച്ചെടുക്കുന്നെങ്കിലും നമുക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന ആ വഴികൾ ഭയങ്കര അപകടം പിടിച്ച വഴിയാണ്. കാരണം റോഡിൻ്റെ സൈഡ് ഭയങ്കര കട്ടിങ്ങാണ്. ഒരു കാർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള വീതി കിട്ടത്തില്ല. കട്ടിങ് താഴെ ഇറക്കി കഴിഞ്ഞാൽ വണ്ടിയുടെ അടി ഇടിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു കഷ്ടപ്പാടുണ്ട് ഇപ്പോൾ അവിടെ. പിന്നെ ഇപ്പം കോട ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ നമ്മുടെ കണ്ണെത്തും ദൂരത്തോളം നമുക്ക് കാണാൻ പറ്റും. അത്ര മനോഹരമായിട്ടാണ് ഇപ്പം പരുന്തുംപാറ നിൽക്കുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകൾ, ഒരുപാട് നമ്മുടെ ഭാഗത്തുനിന്നുമല്ല, സിന്ധുവിൻ്റെ കയ്യിൽ ചിഹ്നനായിരിക്കുന്നത്. അവനെയും കൊണ്ടാണ് ഞങ്ങൾ എല്ലായിടത്തും പോയത്. കാരണം അവനെ വണ്ടിക്കകത്തും വെച്ചില്ല, ഞങ്ങൾ പിന്നെ വില്ലയിലും വെച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് അവന് പാലും ഫ്രൂട്ട്സും ഒക്കെ കൊടുക്കേണ്ടത് ഞങ്ങൾ കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നപ്പോഴാണ് നമ്മൾ ടാഗൂർഘട്ട് കാണാം. ടാഗൂർഘട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പറഞ്ഞു നമുക്ക് ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട് പിന്നെ സ്വർഗം. അപ്പം മിനി സ്വർഗമുണ്ട്, മെയിൻ സ്വർഗമുണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള പോകാമെന്ന് പറഞ്ഞപ്പോൾ 1000 രൂപ ജീപ്പ് കൂലി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്ക് പോയി കണ്ടിട്ട് വരാമെന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ജീപ്പേ കയറി. ജീപ്പ് പോകുന്ന വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്ക് ഇപ്പം ഞങ്ങൾ കയറുക. പക്ഷേ ആ വഴി അപാര വഴി തന്നെയാണ്. സ്വർഗത്തിലേക്കുള്ള വഴി വളരെ നരകതുല്യമായ വഴിയാണ്. പക്ഷേ അതിലേക്കുള്ള യാത്ര നമ്മളെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത യാത്ര. കാരണം റോഡെന്ന് പറയാനില്ല, ഭയങ്കരമായിട്ടുള്ള കല്ലിൻ്റെ മുകളിൽ കൂടെ ചാടിച്ചാടിയാണ് ജീപ്പ് പോകുന്നത്. അതിൽ കൂടുതൽ ജീപ്പും 4 വീൽ ജീപ്പുകളാണ്. എന്നിട്ട് പോലും 4 വീൽ ജീപ്പ് പോയിട്ട് അവിടെ ഒരു കയറ്റത്തി വെച്ച ജീപ്പ് ഗിയർ സ്റ്റക്കായി പുറമോട്ട് ഉരുണ്ടുപോയി. പിന്നെ നമ്മുടെ ജീപ്പിലെ ഡ്രൈവർമാരും മറ്റ് ജീപ്പ് ഡ്രൈവർമാരൊക്കെ ചെന്നിട്ട് ആ ജീപ്പ് പിന്നെ അത് അവിടെ നിന്ന് എങ്ങനെയോ ഗിയർ സ്റ്റക്കായി പോയതൊക്കെ മാറ്റിയത്. നമുക്കിതിനെ റോഡെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേങ്കിൽ ഇത് നമ്മൾ പോകുന്ന ഒരു സ്വർഗം തന്നെയാണ്. അങ്ങോട്ട് പോകുന്ന വഴിയുടെ സൈഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 100 കണക്കിന് 1000 കണക്കിന് അടി താഴ്ചയുള്ള കൊക്കകളൊക്കെ ഈ പോകുന്നതിൻ്റെ സൈഡിലുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ 2ാമത്തെ മല കയറുന്നതാണ് യഥാർത്ഥ സ്വർഗം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുറച്ച് ഇതുണ്ട്, നീലക്കുറിഞ്ഞയുണ്ട്. അപ്പോൾ ഈ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ എന്ത് ചെയ്യും, അവരിത് പറിച്ചിട്ട് പിന്നെ വീട്ടിൽ കൊണ്ടുപോയി വെക്കാം, ചെടിച്ചട്ടി കിളിക്കുമെന്നൊക്കെയുള്ള ധാരണയിൽ പലരും വരുന്ന ടൂറിസ്റ്റുകളൊക്കെ കുറേശ്ശെ പറിച്ചോണ്ട് പോകും. അങ്ങനെ ഇപ്പോൾ അവിടെ ഒത്തിരി കുറഞ്ഞു പോയെന്ന് ജീപ്പിൻ്റെ ഡ്രൈവേഴ്സ് പറഞ്ഞു. പക്ഷേ അതാരും അവിടുന്ന് പറിക്കരുത്. കാരണം നമ്മുടെ നാട്ടിലെ മണ്ണിൽ ഇത് പിടിക്കത്തില്ല. അവിടുത്തെ പാറപ്പുറത്തെ മണ്ണിൽ ഈ നീലക്കുറിഞ്ഞി പിടിക്കത്തുള്ളൂ. അല്ല, നമ്മുടെ നാട്ടുപുറത്തെ മണ്ണിൽ നീലക്കുറിഞ്ഞി പിടിക്കത്തില്ല. അത് വെറുതെ അളിഞ്ഞു പോകത്തേ ഉള്ളൂ. അപ്പോൾ അവിടെ ഇല്ലാതാവും, നമുക്കും ഇല്ലാതാവും. വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരു മൂടാണെങ്കിൽ ഒരു മൂടെങ്കിലും കാണാൻ സാധിക്കും അവിടെ നിന്നാൽ. അങ്ങനെ ഒരു ചെടികൾ കുറച്ച് 5-6 മൂടി ചെടികൾ നിൽപ്പുണ്ട്. ഇതേ നോക്കിക്കേ, ഇപ്പം നമ്മളിപ്പോൾ ഈ കുന്നിൻ്റെ ഒരു സൈഡ് ആയതേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് കൊച്ചു ഗ്രാമങ്ങളങ്ങ് ദൂരെ, നമ്മുടെ കണ്ണെത്തും ദൂരത്ത് നമുക്ക് കൊച്ചു ഗ്രാമങ്ങൾ കാണാൻ സാധിക്കും. അത് ഏത് ഗ്രാമമാണെന്നൊന്നും നമുക്കറിയില്ല. വളരെ ദൂരത്തായിട്ടാണ് ചെറിയ ഗ്രാമങ്ങൾ കാണുന്നത്. പക്ഷേ ജീപ്പ് ഡ്രൈവർ പറഞ്ഞ് ഇന്നാണ് ഇത്രയും ആകാശം തെളിഞ്ഞ് കിടക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ദൂരക്കാഴ്ച കാണാൻ കിട്ടുന്നത്. ഇല്ലെങ്കിൽ അവിടെയൊക്കെ മേഘം ഇറങ്ങി കിടക്കും, ഒന്നും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജീപ്പിനകത്തിരുന്നുള്ള ഷൂട്ടിങ് ഭയങ്കര പ്രയാസമായിരുന്നു. ഒരു കൈ കൊണ്ട് നമ്മൾ കമ്പിയെ മുറുക്കി പിടിക്കണം, ഒരു കൈ കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കുന്ന വളരെ പ്രയാസമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ജീപ്പിലിരുന്നുള്ള വീഡിയോ അങ്ങ് നിർത്തി. കാരണം ഫോണും ഇതൊക്കെ ചെന്ന് ജിമ്പിലൊക്കെ ചെന്ന് അവിടെ ഇവിടെ അടിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഞാൻ പിന്നെ നിർത്തി. അപ്പോൾ ഈ കാണുന്ന ഇപ്പോൾ നമ്മുടെ മലയുടെ ഏറ്റവും ഉച്ചിയിലെത്തി. ഇത് മിനി സ്വർഗമാണ്. ഇവിടെ കഴിഞ്ഞിട്ട് ഇതിനപ്പുറത്ത് വേറൊരു മലയും കൂടി ഉണ്ട്, അത് ഇതിനെക്കാട്ടും ഉയരത്തില്ല. അവിടെ നിന്നുള്ള വ്യൂ ആണ് നമ്മൾ കാണേണ്ടത്. അപാര വ്യൂ എന്ന് വെച്ചാൽ അപാര വ്യൂ. നമ്മുടെ ആനമുടി ഒക്കെ കൊടുമുടികളൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. പിന്നെ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കമ്പവും തേനിയും ഒക്കെ നമുക്ക് കാണാം. പക്ഷെ അതൊക്കെ നല്ല ആകാശം നല്ല സൂപ്പറായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. ഇപ്പം ഞങ്ങൾ സ്വർഗത്തെത്തി. ഇവിടുന്ന്
മെയിൻ സ്വർഗത്തിലേക്ക് ഇവിടുന്ന് ഇനി ഒരു കിലോമീറ്ററോടെ യാത്ര. അതേ കണ്ടേ താഴെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളെല്ലാം നമുക്ക് ദൂരേന്ന് കാണാം. ശബരിമല കാണാമെന്നല്ലേ പറഞ്ഞേ? പൊന്നമ്പലമേട്, പൊന്നമ്പലമേട്, പിന്നെ നമുക്ക് സത്രം, അതിൻ്റെ ആ ഭാഗം ഇവിടെ എല്ലാം നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇത് നമ്മൾ മെയിൻ സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഇവിടെ നിർത്തി ഇവിടെ എല്ലാം വന്ന് കണ്ടിട്ടാണ് നമ്മളിനി നീലക്കുറിഞ്ഞി കാണാനായിട്ട് പോകുന്നത്. ആ വഴിയാണ് പോകുന്നത്. ആ കാണുന്ന കുന്നാണ് നമ്മുടെ. അതാണ്ട് വേറൊരു മലയിൽ നിങ്ങളൊരു ടവർ കണ്ടായിരുന്നു, അതാണ് നമ്മുടെ പൊന്നമ്പലമേട്ടിലെ ടവറാണ്. അപ്പോൾ അതുവഴി പോകാൻ വേണ്ടി വഴിയുണ്ട്. നമുക്ക് താഴെ ഇറങ്ങി പരുന്തുംപാറ ഇറങ്ങിയിട്ട് പോകാൻ വേണ്ടി വേറെ വഴിയുണ്ട്. പൊന്നമ്പലമേടും നമ്മുടെ മാരജ്യോതിയൊക്കെ ഇവിടെ നിന്നാൽ കാണും. അത്ര ഉയരത്തിൽ കിടക്കുന്ന മലയായി ഈ ഭാഗം, ഈ സ്വർഗം എന്ന് പറയുന്നത്. പക്ഷേ ഈ സമയത്താണ് നമ്മൾ ഈ സ്വർഗം കാണേണ്ടത്. കാരണം അല്ലാത്ത സമയം ഇവിടെ നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്നവരെ പോലും കാണില്ല, അത്ര മാത്രം കോടയായിരിക്കും. ഇന്നാണ് ഇത്രയും നല്ലപോലെ ആകാശം തെളിഞ്ഞതെന്ന് പുള്ളി പറഞ്ഞത്. അതുകൊണ്ട് ആ കയറി വരുന്ന ജീപ്പ് ഉണ്ട്, അത് 4 വീൽ ജീപ്പാണ്. അതവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് നിന്നുപോയി, ഗിയർ സ്റ്റക്കായിപ്പോയി. അതുകൊണ്ട് ജീപ്പ് ഇതാകണ്ടോ പുറമോട്ട് ഉരുണ്ട് പോകുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും ഉണ്ട്. കാരണം അത് ഇങ്ങനെയുള്ള ഇറക്കത്തിലൊക്കെ നമുക്ക് വണ്ടി ബ്രേക്ക് പിടിച്ചാലും നിൽക്കത്തില്ല. നമ്മുടെ ഈ സൈസ് ജീപ്പുകളല്ലേ, ഇതൊക്കെ ഇപ്പോഴത്തെ മാതിരിയുള്ള ബ്രേക്കുകളൊന്നും അല്ലല്ലോ. പിന്നെ മറ്റ് ജീപ്പുകളുടെ ഡ്രൈവേഴ്സ് എല്ലാം കൂടെ ചെന്ന് അതിൻ്റെ എന്തൊക്കെയോ ചെയ്തു. എന്തായാലും അവരെ അവിടുന്ന് രക്ഷപ്പെടുത്തി. പക്ഷേങ്കിൽ ഇത് കാണേണ്ട കാഴ്ചയായി സ്ഥലം. നിങ്ങൾ പരുന്തുംപാറ വരുന്ന സമയത്ത് 1000 രൂപയുള്ളൂ ജീപ്പ് കൂലി. അവരത് പെർമനൻറ്റ് റേറ്റായി. ഏത് ജീപ്പുകാരോട് ചോദിച്ചാലും 1000 രൂപ തന്നെയാണ്. പക്ഷേ 1000 രൂപയുടെ ഓട്ടം ഉണ്ട് അവർക്ക്. കുറച്ച് ഓട്ടമുള്ള 7 കിലോമീറ്റർ 8 കിലോമീറ്റർ ഓട്ടം ഉള്ളെങ്കിലും ആ 8 കിലോമീറ്റർ തന്നെയാണ്. നമുക്ക് അത്ര രസം തോന്നുന്ന ഒരു യാത്രയും കൂടി. അത് ഈ കാണുന്ന നീലക്കുറിഞ്ഞിട്ടില്ലേ, ചിലതൊക്കെ പൂത്തിട്ടുണ്ട്, കുറച്ച് പൂത്തിട്ടുണ്ട്, കുറച്ചെല്ലാം ബാക്കിയെല്ലാം മുട്ടിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് കാണാൻ വേണ്ടി 5, 8, 10 മൂട ഉള്ളെങ്കിൽ പോലും നീലക്കുറിഞ്ഞി ഇതുവരെയും കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ വേണ്ടി അവിടെ കുറച്ചൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ നീലക്കുറിഞ്ഞിയുടെ ഒരു വലിയ നമ്മൾ മറയൂരൊക്കെ പോയി കഴിഞ്ഞാൽ, പിന്നെ മൂന്നാറൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും. ഇതിലും കുറച്ചുകൂടി വലിപ്പമുള്ള നീലക്കുറിഞ്ഞി അവിടെ കാണുന്നു. ഒരു പക്ഷേ അത് മണ്ണിൻ്റെയൊക്കെ ആയിരിക്കും. സ്വല്പം കൂടി വലിപ്പമുണ്ട് അവിടെ കാണുന്ന നീലക്കുറിഞ്ഞിക്ക്. അതുകൊണ്ട് ഈ മലയുടെ ഒരു സൈഡാണ്. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ താഴോട്ട് കുറച്ച് അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പം കുറച്ചങ്ങോട്ട് ഇറങ്ങണം. അപ്പോൾ ലേഡീസൊക്കെ പോയി കയറിയിട്ട് ഇറങ്ങിപ്പോയിട്ട് എളുപ്പമാണ്, തിരിച്ച് കയറാനല്ലേ പ്രയാസം. അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാവരും പറഞ്ഞു വേണ്ട ഇവിടെ നിന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട് അവിടെ. അത് നമുക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ക്യാമറയുടെ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയി. അപ്പം പവർ ബാങ്കൊക്കെ റിസോർട്ടിലായിപ്പോയി. അതുകൊണ്ട് ഒരുപാട് ചെറുപ്പക്കാരൊക്കെ താപ്പോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ലേഡീസും പോകുന്നുണ്ട്, പക്ഷെ ഞങ്ങളാരും പോയില്ല. അപ്പം ഇപ്പം നമ്മുടെ ജയൻ്റെ ഒരു വികൃതിയാണ് ഇപ്പോൾ നമ്മളവിടെ കണ്ടത്. അപ്പം ഞാനും പണ്ട് ഇതൊക്കെ ചെയ്യുമായിരുന്നു. ചേട്ടാ വണ്ടി ഓടിക്കണം. അപ്പോൾ നമുക്ക് പണ്ട് നമ്മളിങ്ങനെ തലകുത്തി മറിയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം നമ്മൾ മെയിൻ സ്വർഗത്തിലായിത്തിയ കേട്ടോ. ഇത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. വേറെ ഇതിൻ്റെ കുഞ്ഞു പൂക്കളുണ്ട്. ഇത് രസമല്ലേ? അതുപോലെയുള്ള പൂക്കൾ നമുക്ക് ഒത്തിരി കാണാൻ സാധിക്കും കേട്ടോ. ഒരുപാട് സൈസിലെ പൂക്കൾ, കുഞ്ഞു പൂക്കൾ നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി 1 മണിക്കൂറോളം അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചിറങ്ങുക. അപ്പോൾ ഞങ്ങൾ ഒരു ഡാമിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്, വേറൊരു ഡാമിൻ്റെ. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.